നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരിതത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. വെടിക്കെട്ട് അപകടത്തിൽ നിരവധി മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. അതേ തുടർന്ന് പൂരം നടക്കുമോ അല്ലെങ്കിൽ വെടിക്കെട്ട് ഉണ്ടാകുമോ, അത്തരം പല ചർച്ചകളും ആശങ്കകളൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ തീരുമാനമായിരിക്കുന്നു. ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വെടിക്കെട്ട് ഒഴിവാക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സമ്മതിച്ചു. ആചാരപരമായ ആഘോഷം മാത്രമാകും ഉണ്ടാവുക. മേളവും ആനയും പൂരത്തിൽ അണിനിരക്കും. കുടമാറ്റം 15 മിനിറ്റ് മാത്രം നടത്തും. കുടകളുടെ എണ്ണം കുറയ്ക്കുമെങ്കിലും ആനകളുടെ എണ്ണം കുറയ്ക്കില്ലെന്നാണ് യോഗത്തിലെ തീരുമാനം. വെടിക്കെട്ട് വേണമെന്ന നിലപാട് പാറമേക്കാവ് ദേവസ്വം യോഗത്തിലെടുത്തെങ്കിലും പിന്നീട് സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങുകയായിരുന്നു. ഹൈക്കോടതിയുടെ എന്തോ റിസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ കോപ്പിയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഇവരൊന്നും പ്രതികരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞങ്ങളത് പ്രതികരിക്കാൻ പാടുമെന്ന് അറിയില്ല. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള കുടമാറ്റം അത് ആചാരപരമായ കാര്യങ്ങൾ നടത്തും. ആചാരപരമായ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും നടക്കും. ആചാരങ്ങളെല്ലാം നടക്കും. ആചാരപരമായി നടക്കേണ്ട എല്ലാ കാര്യങ്ങളും നടക്കും. വെടിക്കെട്ട് ഒഴിവാക്കും. കുടമാറ്റം സിംബോളിക്കാക്കും. കുറച്ച് സെറ്റ് മാത്രം. അതൊക്കെ ഇപ്പൊ സാധാരണ നടക്കണം. 15 ആനകൾ വീതം. അത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ പ്രതീകാത്മകമായിട്ട് നടക്കും. അത് കുറച്ച് ഇപ്പൊ നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പൊ പ്രതീകാത്മകമായിട്ട് നടക്കും. തൃശൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ 37 പേർ ഉൾപ്പെട്ടതായാണ് നിഗമനം. സംഭവ സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോണുകൾ കിട്ടിയതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്രൻ ദേശ്മുഖ് പറഞ്ഞു. വെടിക്കെട്ട് പുരയും ചുറ്റുപാടും പ്രത്യേക സുരക്ഷാ മേഖലയാക്കി സംരക്ഷിക്കും. 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 15 അംഗ സംഘമാണ് അന്വേഷിക്കുന്നതെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ആ ബോഡി പാർട്സ് എല്ലാം നമുക്ക് സാമ്പിളും അതിന്റെ ബോഡി പാർട്സ് എടുത്തിട്ട് DNA പരിശോധന വേണ്ടി അയക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ഒന്നുകൂടി ഡബിൾ ഷുവർ ആവാൻ വേണ്ടി മുഴുവൻ ഏരിയ കടവർ ഡോഗ് വെച്ചിട്ട് പിന്നെ സ്ട്രീറ്റ് ലൈനിങ് മാൻ പവർ വെച്ചിട്ട് മുഴുവൻ ഏരിയ കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും വേറെ എക്സ്പ്ലോസീവ്സും ബോഡി പാർട്ട് എന്തെങ്കിലും ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആവാൻ അത് പ്ലാനാണ്. ഇന്ന് വൈകുന്നേരത്തോട് എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിന്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ എക്സ്പ്ലോസീവ്സ് ഉടനെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോട് കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. എക്സ്പ്ലോസീവ്സ് ഇന്നലെ തന്നെ എക്സ്പ്ലോസീവ് നമുക്ക് കിട്ടി അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സ്പ്ലോസീവ്സ് ഇന്നലെ രാത്രി നമുക്ക് രാത്രി ആയത് കാരണം ഇന്നലെ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എക്സ്പ്ലോസീവ് മൂവ് ചെയ്യാൻ പോവാണ്. അതിന്റെ കൂടെ തന്നെ ഇന്ന് കുറെ ഇലക്ട്രോണിക് മൊബൈൽ ഫോണും അതിന്റെ കൂടെ തന്നെ കുറച്ച് ബോഡി പാർട്സ് ചെറിയ ബോഡി പാർട്സ് കാഡവർ ഡോഗ് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ മാസലെടുത്തിട്ട് DNA പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുൾ ഏരിയ ഇപ്പോൾ റിസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ മാറ്റുന്നുണ്ട്. ബിക്കോസ് ജുഡീഷ്യൽ കമ്മീഷനും പുതിയ ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വേണ്ടി ഈ ഏരിയ നമുക്ക് ഒരു റിസ്ട്രിക്റ്റഡ് ഏരിയ ക്രൈം സീൻ ആയിട്ട് ഫുൾ ടൈം ഇപ്പോൾ ഗാർഡ് ചെയ്യാൻ പോകും. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ മൃതദേഹ ഭാഗങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധനയ്ക്കായി അയച്ചു. 4 പേരെ കുറിച്ച് ഇനിയും വിവരമില്ല. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. അപകട സ്ഥലത്ത് ഇന്നും മാസ് പരിശോധന തുടരുകയാണ്. 90 ഗുണ്ടുകൾ തിരച്ചിൽ കിട്ടിയിട്ടുണ്ട്. 300 കിലോയോളം ടൺ പൗഡറും കണ്ടെത്തി. സ്ഫോടക ശേഖരം മാറ്റുന്ന നടപടി ഉടൻ തുടങ്ങും. പ്രദേശത്തേക്കുള്ള വഴി പോലീസ് അടച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി CV അനുമോദും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. മരിച്ചവരെ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര പേർ ഈ അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് നിഗമനം? ഔദ്യോഗികമായി എത്ര പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്? പോലീസിന്റെ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്?
ടോം, ഇന്ന് കമ്മീഷണർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 38 പേരാണ് ഈ സംഭവ സ്ഥലത്തുള്ളത്. കമ്മീഷൻ 37 എന്ന് പറയുമ്പോഴും ഒരു ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. അതുകൊണ്ടാണ് 37 എന്ന് പറഞ്ഞത്. 38 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം. അതിൽ 10 പേർ മരണമടഞ്ഞിട്ടുണ്ട്. അതിൽ 9 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ 4 പേരെ കണ്ടെത്തേണ്ടതുണ്ട്. പരിക്കേറ്റവർക്കും മറ്റുള്ളവർക്കും പുറമെ 4 പേരെ കണ്ടെത്തേണ്ടതുണ്ട്. ആ 4 പേരുടെ കൂട്ടിയാണ് 38 എന്ന സംഖ്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ 29 ശരീരാവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ ഈ 4 പേരുടെ ഉൾപ്പെടെ ഉണ്ട് എന്ന ഒരു കണക്കുകൂട്ടലാണുള്ളത്. 2 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ ഈ അയച്ചതിലുണ്ട് എന്ന് ഫോറൻസിക് വിദഗ്ധരും ഉറപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല, ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത ശരീരാവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടുള്ളതല്ല. അതുകൊണ്ട് പലതും ഭാഗികമാണ്. അപ്പോൾ അത്തരത്തിൽ നഷ്ടമായ അവരുടെ ശരീരാവശിഷ്ടങ്ങളും ഈ 29 ഈ DNA ടെസ്റ്റിന് അയച്ച 29 ശരീരാവശിഷ്ടങ്ങളുണ്ട് എന്നും വിലയിരുത്തുന്നുണ്ട്. എന്നാണെങ്കിലും 38 എന്ന ഒരു സംഖ്യയിലേക്ക് പോലീസിൻ്റെ കണക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിൽ ഒരാളെ മാത്രമാണ് ഇനി തിരിച്ചറിയാനുള്ളത്. അത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് ആ മൃതശരീരമുള്ളത്. ബാക്കി 37 പേർ ആരെല്ലാമാണെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. 4 പേരെയാണ് ഇതിൽ കണ്ടെത്താനുള്ളത് എന്നാണ് പോലീസ് നൽകുന്ന ഏറ്റവും അവസാനത്തെ കണക്ക്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ മുണ്ടത്തിക്കോട് ദുരന്തം നടന്ന മേഖലയിലാണ്. നമ്മളിവിടെ കാണുന്നത് ആ പ്രദേശത്തേക്ക് ഉള്ള വഴി പൂർണ്ണമായും അടച്ചു കെട്ടിയിരിക്കുന്നു ബാരിക്കേഡുകൾ വെച്ച്. അവിടേക്ക് ഇനി ആർക്കും പ്രവേശനമില്ല. കൃത്യമായി ഇനി അന്വേഷണങ്ങൾ ഒരുപാട് അവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിയന്ത്രണം അവിടേക്ക് ഏർപ്പെടുത്തുന്നു. പൂർണ്ണമായിട്ടും വഴി അടച്ചു കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. DSP സാർ, ഇപ്പോൾ നമ്മുടെ സാർ പൂർണ്ണമായും അടച്ചു കെട്ടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർദ്ദേശം? അല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് കറക്റ്റായിട്ട് ഗാർഡ് ചെയ്യുന്നതാണ്. ഈ ക്രൈം സീൻ എന്ന് പറയുന്നത് ഗാർഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പോലീസ് എടുത്തിരിക്കുന്ന FIR അതിൻ്റെ അനുബന്ധ അന്വേഷണങ്ങളും ഉണ്ട്. അതിൻ്റെ അകത്ത് ഒത്തിരി എവിഡൻസ് കളക്ട് ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ക്രൈം സീൻ നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതെല്ലാം നശിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ഗാർഡ് ചെയ്യും. പോലീസിൻ്റെ ഒരു ക്യാമ്പ് ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എത്ര പേരടങ്ങുന്ന സംഘമായിരിക്കും? 9 പേരുടെ ഒരു ക്യാമ്പാണ്. 24 മണിക്കൂറും സ്ഥലം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ജുഡീഷ്യൽ അന്വേഷണം നടക്കാനുണ്ട്. മറ്റൊരുപാട് തെളിവുകൾ ശേഖരിക്കാനുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ആ ക്രൈം സീൻ പൂർണ്ണമായിട്ടും അടച്ചു കെട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഇനി പോലീസിൻ്റെ സർവൈലൻസ് ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാവുക. 24 മണിക്കൂറും പോലീസിൻ്റെ സർവൈലൻസിലായിരിക്കും ഈ പ്രദേശം ഉണ്ടാവുക എന്നുകൂടി അദ്ദേഹം പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാവിലെ ഇവിടെ മാസ് സെർച്ചായിരുന്നു പോലീസിൻ്റെ നടത്തിയിരുന്നത്. അതായത് ഒരു പ്രദേശം മുഴുവൻ, ഞാൻ നിൽക്കുന്ന പ്രദേശം പൂർണ്ണമായിട്ടും ഈ ഒരു സ്ഫോടനം നടന്ന തുരുത്തും അതിനോടൊപ്പമുള്ള ഈ ഒരു പാടശേഖരങ്ങളും പൂർണ്ണമായിട്ടും ഇന്ന് പോലീസിൻ്റെ മാസ് സെർച്ചായിരുന്നു. 200-ലധികം പോലീസുകാരായിരുന്നു ഒരേ സമയം ഇവിടെ പരിശോധനയിൽ പങ്കെടുത്തിരുന്നത്. അതായത് പാടത്ത് പൂണ്ടിരിക്കുന്ന കാണാതെയായ എല്ലാം കണ്ടെത്താനുള്ള ശരീരഭാഗങ്ങളും മറ്റും തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ തന്നെ ആഴത്തിൽ പരിശോധന നടത്തി ഒരുപാട് ശരീരഭാഗങ്ങൾ ലഭിക്കുകയും അതൊക്കെ പരിശോധനയ്ക്കായിട്ട് DNA പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം 300 കിലോയോളം സ്ഫോടക വസ്തുക്കൾ, ഗുണ്ടും അതേപോലെ മറ്റ് വെടിമരുന്നുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഭാഗ്യവശാൽ ഈ ദുരന്തത്തിൽ പൊട്ടിത്തെറിച്ചില്ല എന്നതാണ്. ഇത് ഒരുപക്ഷെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്പമെങ്കിലും കുറച്ചിട്ടുണ്ടാവുക. അതൊക്കെ വിവിധ ഇടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നതും ഷെഡുകളിലൊക്കെ ആയിരുന്നു. അതെല്ലാം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പ്രദേശത്തേക്ക് സാധാരണക്കാർക്കും മറ്റും പ്രവേശനമില്ല. നിലവിൽ തന്നെ ഇവിടേക്ക് ആരും പ്രവേശിപ്പിക്കുന്നില്ല. ഇനി അന്വേഷണ സംഘങ്ങൾക്കും തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സയൻറ്റിഫിക് പരിശോധന സംഘങ്ങൾക്കും അങ്ങനെ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ക്രൈം സീനിലേക്ക്, അതായത് ഈ സ്ഫോടനം നടന്നിടത്തേക്ക് ഇനി പ്രവേശനമുണ്ടാവുക. അതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറുവശത്ത് അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെ ആ 15 CIമാരുടെ നേതൃത്വത്തിൽ, കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം 15 CIമാരുടെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്തലാണ്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ചൂടായിരുന്നോ ഈ ഒരു അപകടത്തിന് വഴിവെച്ചത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിദഗ്ധരുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ചൂടുകൊണ്ട് മാത്രം ഒരുപക്ഷെ ഇത് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഇലക്ട്രിക് സർക്യൂട്ടുകൾ ഷോർട്ട് ആവുകയോ അങ്ങനെ എന്തെങ്കിലും തീപ്പൊരി ഉണ്ടാവുകയോ ചെയ്തിരിക്കാം. അത് അപകടത്തിന് കാരണമായിരിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ നിരീക്ഷണം. രണ്ടാമതായിട്ടുള്ളത് ഒരുപക്ഷെ
ചില രാസവസ്തുക്കൾ അത് വെയിൽ തട്ടുമ്പോൾ, ചൂട് തട്ടുമ്പോൾ കത്തുന്ന സ്വഭാവത്തിലുള്ളതാകാം. അത്തരത്തിലുള്ള ഏതെങ്കിലും രാസവസ്തുക്കൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടെത്തേണ്ടതുമാണ്. അതാണ് ഈ ദിവസങ്ങളിൽ ഈ അപകടത്തിന് വഴിവെച്ചത് എന്നത് കണ്ടെത്താൻ വേണ്ട പ്രധാനപ്പെട്ട നടപടി. എന്നാണെങ്കിലും ഇനി അതുപോലെ തന്നെ കണ്ടെത്താനുള്ളത് 4 പേരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ 4 പേരുടെ ഒരുപക്ഷെ ഈ ദൗർഭാഗ്യവശാൽ അവർ ഇതിൽപ്പെട്ട് നമ്മൾ ഇന്ന് രാവിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഹിതേഷ് ശങ്കറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 500 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സ്ഫോടനം നടന്ന സമയത്ത് ഇവിടുത്തെ താപനില. അതായത് ഒരു മനുഷ്യ ശരീരം ഉരുകി ഒലിച്ച് അല്ലെങ്കിൽ ഒരു ഭസ്മമാകാൻ കഴിയുന്നത്ര ചൂടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത്. ആ അപകടത്തിൻ്റെ ഏറ്റവും രൗദ്രഭാവത്തിൽ ഉള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്താണ്, അങ്ങേയറ്റത്താണ്. ആ ഭാഗത്തുള്ളവർക്ക് ഒരുപക്ഷെ എണീക്കാൻ പോലും കഴിഞ്ഞു കാണില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാതായ 4 പേർ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ശരീരാവശിഷ്ടങ്ങൾ, അതിൻ്റെ പരിശോധനാ ഫലം അതുതന്നെയാണ് ഇനി അവരെ കണ്ടെത്താനുള്ള ഏക വഴി. അത് എന്താണെങ്കിലും 4 ദിവസത്തിനകം ഉണ്ടാകും. തീർച്ചയായും അനുമോദ്, ഏകദേശം 37 പേർ അവിടെ ഉണ്ടായിരുന്നതായി നിഗമനമുണ്ട്. 14 പേർ മരിച്ചെന്നാണ് ഔദ്യോഗികമായ കണക്ക്. അതിൽ 3-4 പേരെ മാത്രമാണ് 4 പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ ഫലം പുറത്തു വരണം. അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം എത്ര പേർ ഉണ്ടായിരുന്നത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് കൂടി വരേണ്ടതുണ്ടല്ലോ. ചില ആളുകളെ കാണാതായെന്ന് ചൂണ്ടിക്കാണിച്ച് കുടുംബം ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ കണക്ക് പോലീസിന് ലഭ്യമായിട്ടുണ്ടോ അനുമോദ്? ടോം, ഇതിൽ പോലീസിൻ്റെ ലഭ്യമായ കണക്കിൽ ഇപ്രകാരമാണ്. 38 എന്നാണ്, 37 എന്നാണ് കമ്മീഷണർ പറഞ്ഞത്. പക്ഷേ 38 എന്നത് അതായത് തിരിച്ചറിയാത്ത ഒരു മൃതശരീരം കൂടി കൂട്ടിയാണ് 38 എന്ന് പറയുന്നത്. ഈ 38 പേരിൽ 37 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 4 പേരെയാണ് ഇനി കണ്ടെത്തേണ്ടത്. ഈ 4 പേർ എവിടെ എന്നുള്ളതാണ് അറിയേണ്ടത്. അവർ ഈ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നോ, ദുരന്തത്തിൽ അവർ പെട്ടിരുന്നോ, അവരുടെ ശരീരഭാഗങ്ങൾ അത് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ 4 പേർക്ക് വേണ്ടിയാണ്, ആ 4 പേരെയാണ് അവരെയാണ് കണ്ടെത്തേണ്ടത്. ബാക്കിയുള്ളവർ 34 പേർ, അതിൽ 10 പേർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ മൃതശരീരമാണ് തീരെ തിരിച്ചറിയാൻ കഴിയാത്ത കത്തിക്കരിഞ്ഞ അവസ്ഥയിലുള്ളത്. പരിക്കേറ്റതിൽ 6 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ഈ ഒരു സ്ഫോടക അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ലൈസൻസിയുള്ള ഇതിന് നടത്തിപ്പുകാരനായ മുണ്ടത്തിക്കോട് സതീഷ് അടക്കമുള്ളവർ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണുള്ളത്. 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ബാക്കിയുള്ളവർ വാർഡുകളിലും മറ്റും ചികിത്സയിലാണുള്ളത്. ചിലരൊക്കെ തന്നെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തുകയും ചെയ്തു. ഇന്നലെ നമ്മൾ പലരെയും കാണുകയും ചെയ്തിരുന്നു ഈ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവർ. അങ്ങനെ പോലീസിൻ്റെ കണക്ക് പ്രകാരമുള്ളത് 38 തന്നെയാണ്. അതിൽ 4 പേരെയാണ് നമുക്ക് ഇനി കണ്ടെത്താനുള്ളത്. ഈ ടോം ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ DNA പരിശോധനാ ഫലമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഈ DNA പരിശോധനാ ഫലം സാധാരണഗതിയിൽ 3-4 ദിവസം കൊണ്ട് ലഭിക്കുന്നതാണ്. അതിനപ്പുറം ഇവിടെ ഒരു സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ ലാബ്, DNA ലാബ് ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മന്ത്രിതലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ലാബ് വരികയാണെങ്കിൽ ഇവിടെ ശേഖരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ലഭ്യമായിട്ടുള്ള 50ഓളം ശരീരഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ DNA തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ശരീരഭാഗങ്ങൾ ഇവിടെ പരിശോധന ശ്രമിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റുള്ളവ 3-4 ദിവസത്തിനകം തന്നെ പരിശോധനയ്ക്ക് ശേഷം ലഭിക്കും. എന്നാണെങ്കിലും ആരുടെയെല്ലാം ശരീരഭാഗങ്ങളാണ് ഇവിടെ ഈ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നേക്കുമായിട്ട് മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ തിരിച്ചെത്തില്ല എന്ന ഒരു യാഥാർത്ഥ്യം അത് ഓരോരുത്തരും മനസ്സിലാക്കുകയെങ്കിലും ഈ ഒരു DNA പരിശോധനയിലുണ്ടാകുക. അതല്ലെങ്കിൽ അവർ വരുമെന്ന കാത്തിരിപ്പിലായിരിക്കും ജീവിതകാലം മുഴുവൻ അവർ ഉണ്ടാവുക. മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാതെയുള്ള കാത്തിരിപ്പ്, അത് വലിയ വേദന തന്നെയാകും ആ കുടുംബങ്ങൾക്കെല്ലാം നൽകുക. അപ്പോൾ ആ യാഥാർത്ഥ്യം, അത് മരിച്ചോ ഇല്ലയോ, ആരുടെ ശരീരഭാഗമാണത് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ഉചിതമായ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനോ സംസ്കാരം നടത്തുവാനുള്ളൊരു സാഹചര്യം അത് വളരെ പ്രധാനമാണ്. അതിന് DNA പരിശോധന ഫലം മാത്രമാണുള്ളത്. ഒപ്പം തന്നെ സർക്കാർ കണക്കിൽ ഇവർ മരിച്ചതായി രേഖപ്പെടുത്തണമെങ്കിൽ ഈ പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ രവീന്ദ്രനിൽ കൂടി ചേരുന്നു. ആജ്ഞ, ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരം എങ്ങനെ നടക്കുമെന്നത് സംബന്ധിച്ചുള്ള
പല രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ യോഗം അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. യോഗത്തിലെ തീരുമാനം ഈ വെടിക്കെട്ടില്ലാതെ പൂരം നടത്താനാണ്. പക്ഷേ ഈ പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ട് വേണമെന്ന ഒരു നിലപാട് തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ ഈ തീരുമാനത്തോട് ഇവർ യോജിച്ചത്? എങ്ങനെയാണ് ആ തീരുമാനത്തോട് വഴങ്ങിയത്? എന്താണ് യോഗത്തിൻ്റെ വിശദാംശങ്ങൾ? ടോം, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പൂരവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തീരുമാനം കൈക്കൊള്ളാൻ അടിയന്തര യോഗം ഇന്ന് തൃശൂർ കളക്ടറേറ്റിൽ ചേർന്നത്. അതുമാത്രമല്ല 3 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ, അതുപോലെ മന്ത്രി കെ. രാജൻ, മന്ത്രി ആർ. ബിന്ദു തുടങ്ങിയ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് യോഗം തുടങ്ങിയത്. തൃശൂർ MP സുരേഷ് ഗോപി യോഗത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലല്ല, തൃശൂർ MP എന്നുള്ള നിലയിലാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം യോഗത്തിന്റെ ഭാഗമായുണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കിയത് വെടിക്കെട്ട് വേണം എന്നുള്ള നിലയിൽ തന്നെയാണ്. പ്രധാന വെടിക്കെട്ടും അതുപോലെ പകൽ വെടിക്കെട്ട്, പകൽപൂരത്തിനു ശേഷമുള്ള വെടിക്കെട്ടും വേണം എന്ന് തന്നെയായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ഒരുക്കമാണ്, അതിനാണ് ഇത്തരത്തിലൊരു എങ്ങുമെത്താതെയുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത് എന്ന് രാവിലെ അവർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. പക്ഷേ വളരെ വ്യക്തമായി തന്നെ സംസ്ഥാന സർക്കാർ നിലപാട് മുന്നോട്ട് വയ്ക്കുകയും അതിനോട് ഇരു ദേവസ്വങ്ങളും ഒത്തുപോവുകയും ഉള്ള നിലപാട് തന്നെയായിരുന്നു. അതിൽ വലിയ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടും ഈ അപകട സാഹചര്യത്തെ കൂടി കണക്കിലെടുത്തും ഇത്രയധികം വലിയ സംഖ്യയോളം വരുന്ന ആളുകളുടെ മരണത്തിന് സാഹചര്യമാക്കിയതും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ 24-ാം തീയതി, അതായത് നാളെ വരെ ഇതുമായി ബന്ധപ്പെട്ട ദുഃഖാചരണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയവിളക്കുൾപ്പെടെ ഉള്ളവ കത്തിക്കുന്ന സാഹചര്യമില്ല. പറയെഴുന്നള്ളിപ്പ് വീടുകളിൽ പോയി ശേഖരിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കിയിരുന്നതാണ്. എന്നിരുന്നാൽ പോലും ഈ പൊലിഞ്ഞ ജീവനുകളേറെയും തിരുവമ്പാടിക്കാരുടേതാണ് എന്നുള്ള ഒരു കൺസിഡറേഷനും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തവരാണ് മരിച്ചത്, അതിനുള്ള ദുഃഖാചരണത്തിൽ പങ്കുചേരുന്നുണ്ട്. അതുമാത്രമല്ല, പാറമേക്കാവ് മുന്നോട്ട് വെക്കുമ്പോഴും തിരുവമ്പാടിക്ക് വേണമെങ്കിൽ തങ്ങളുടെ വെടിക്കോപ്പ് ഉപകരണം നൽകാം എന്നും അവർ മുന്നോട്ട് സജഷൻ വെച്ചതാണ്. പക്ഷേ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെടിക്കെട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തുകയായിരുന്നു ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം, കുടമാറ്റം 15 മിനിറ്റായിട്ട് ചുരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ നടക്കുന്ന കുടമാറ്റം നമുക്കറിയാം. തൃശൂർ പൂരത്തിൽ തന്നെ ദേവീദേവന്മാർ 2 വിഭാഗങ്ങൾ അവരുടെ മികവ് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ ഒന്നുകൂടിയാണ് കുടമാറ്റം. അതിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന കുടകൾ എങ്ങനെ കൊണ്ടുവരാമെന്നായിരുന്നു ഓരോ വർഷവും ഓരോ പൂരത്തിനും ആളുകൾ കാത്തിരിക്കുന്നതും. ഏറ്റവും കൂടുതൽ ഇന്നവേറ്റീവായിട്ടുള്ള കുടകൾ ഏതാണ്, വർണ്ണക്കുടയിൽ പുതുതായി എന്ത് കണ്ടെത്താം, പുതുതായി എന്ത് ചെയ്യാമെന്നുള്ള ഇന്നോവേഷൻസ് നടക്കുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു പൂരത്തിൽ കുടമാറ്റം. ആ കുടമാറ്റം കൂടിയാണ് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. കുടമാറ്റം 15 മിനിറ്റായിട്ട് ചുരുക്കുമ്പോൾ തന്നെ സാധാരണ അതായത് ഒരു കുട മാറുമ്പോൾ ആലവട്ടവും വെഞ്ചാമരവും വീശിയ ശേഷമാണ് അടുത്ത കുടയിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. 1 മണിക്കൂർ നീണ്ടിരുന്ന കുടമാറ്റത്തിൽ നിന്നും അത് 15 മിനിറ്റായിട്ട് ചുരുങ്ങുമ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ പൂരം ആചാരങ്ങൾ മാത്രമാവുകയാണ്. ഈ കുടമാറ്റം എന്ന് പറയുന്നത് പ്രതീകാത്മക കുടമാറ്റമായി മാറുകയാണ്. ആചാരം എന്നുള്ള തരത്തിലേക്ക് മാത്രമാണ്. മറ്റു പൂരത്തിന്റെ എല്ലാ ആചാരങ്ങളും അതുപോലെ തന്നെ നടക്കും. ആ ഒരു സാഹചര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മഠത്തിൽ വരവാകോ, പൂരപ്പുറപ്പാടാകട്ടെ, ഇലഞ്ഞിത്തറമേളമാകട്ടെ, തെക്കോട്ടിറക്കമാകട്ടെ, അതിനുശേഷം കുടമാറ്റത്തിലെത്തുമ്പോഴും കുടമാറ്റത്തിനും വെടിക്കെട്ടിനുമാണ് ഈ പറയുന്നത് പോലെ നിയന്ത്രണമുള്ളത്. കുടമാറ്റം ചുരുക്കുകയും 15 മിനിറ്റായി ചുരുക്കുകയും വെടിക്കെട്ട് പൂർണ്ണമായും വേണ്ട എന്നുള്ള തരത്തിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെടിക്കെട്ട് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ തരത്തിലുള്ള വലിയ ചിലവുള്ള അല്ലെങ്കിൽ വലിയ സമയം നീണ്ടു നിൽക്കുന്ന വലിയ തരത്തിലുള്ള വെടിക്കെട്ട് നടത്തുന്നത് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ചടങ്ങിന്റെ ഭാഗമായിട്ട് 1-2 കതിര പൊട്ടിക്കുകയോ മറ്റോ ചെയ്യുമെന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത്രയധികം ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെടിക്കെട്ട് ഉപകരണങ്ങൾ അത് ഇതുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ള കാര്യവും സർക്കാരുമായി ആലോചിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പാറമേക്കാവിന്റെ കൈവശമുള്ള ഈ വെടിക്കെട്ട് സാമഗ്രികൾ എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണം. അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള അപേക്ഷയും നൽകിയിട്ടുണ്ട്. സർക്കാർ ഏത് തരത്തിലാണ് അതിന് സജഷൻ വെക്കുന്നതെന്ന് വെച്ചാൽ അത്തരത്തിൽ അതിനെ നിർവീര്യമാക്കാനുള്ള നീക്കവും നടക്കുമെന്നാണ് പാറമേക്കാവ് ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പൂരം
കൊടിയേറുമ്പോൾ അല്ലെങ്കിൽ പൂര നഗരിയിലേക്ക് വരുമ്പോൾ എല്ലാ തവണയും പൂരത്തിനുണ്ടായിരുന്ന വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാകില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേസമയം പൂരം അതിന്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളിൽ മാത്രമായിരിക്കും. കോവിഡ് കാലത്തും ഇത്തരം ആചാരങ്ങളിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം വലിയ കേരളത്തെ തന്നെ നടുക്കിയ വലിയ അപകടമുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ആഘോഷമായി മാറ്റുന്നതിന് താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചതും. മുഖ്യമന്ത്രിയും അങ്ങനെ ഒരു സജഷൻ ആയിരുന്നു മന്ത്രിമാരോട് ഈ മീറ്റിംഗിൽ വെക്കാൻ പറഞ്ഞത്. മീറ്റിംഗുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ, ജില്ലാ പോലീസ് മേധാവി, അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദം, ജനപ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ച ശേഷമാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും. പറവേക്കാവും തിരുവമ്പാടിയും ഈ ഒരു സജഷൻ മുന്നോട്ട് വെച്ചപ്പോഴും ഇത്തരത്തിൽ വെടിക്കെട്ട് വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടപ്പോൾ അതിനോട് അനുകൂലിച്ചു പോകുന്ന സാഹചര്യമാണ്. വലിയ തർക്കങ്ങളോ അതല്ലെങ്കിൽ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു സാഹചര്യമോ അങ്ങനെ സ്വാർത്ഥത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങളോ ഒന്നും ഒരു വിഭാഗത്തിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും പൂരം കുടമാറ്റം 15 മിനിറ്റത്തേക്ക് ചുരുക്കി എന്നുള്ളതും വെടിക്കെട്ടുണ്ടാവില്ല എന്നുള്ളതുമാണ് പ്രധാനമായ തീരുമാനം. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനും CV അനുമോദുമാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നോക്കിയത്. തിരുവനന്തപുരം ചിറയൻകീഴ് 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ ആശുപത്രിയിൽ നിന്ന് കൃത്യമായ ചികിത്സ കിട്ടിയില്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾ. പാമ്പുകടിയേറ്റ ദീക്ഷനെ ആദ്യം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. എന്നാൽ അവിടെ ആന്റിവെനം ഉണ്ടായിരുന്നില്ല. ചിറയൻകീഴ് ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ കുട്ടിയെ രക്ഷിക്കാമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇവിടെ നിന്ന് പാമ്പിൽ കടി കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ചിറയൻകീഴ് കൊണ്ടുവന്നപ്പോൾ ചിറയൻകീഴ് കൊണ്ടുവന്ന അപ്പോഴേ അവർ പറയുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിയിലാണ് കൊച്ചു മരണപ്പെട്ടത്. അല്ല, അവിടെ നിന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ. ഇഞ്ചക്ഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോഴൊന്നും ഒരു ഇഞ്ചക്ഷൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷൻ കൊടുത്ത് കൂടെ പോയത് ഞാനല്ല. അത്യാവശ്യം എന്ത് കൊടുത്തെന്ന് അറിയാൻ പോയി. പക്ഷേ എന്തൊരു കാര്യം ഇറങ്ങി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവരപ്പോഴേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറയും. അത് പല പ്രശ്നം അവിടെ നടന്നിട്ടുമുണ്ട്. ഇവിടെ ഈ പാമ്പുകളുടെ അടക്കം ശല്യം രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. പാമ്പിന്റെ ശല്യം ക്രമേണമുണ്ട്. കാലിന് ഏകദേശം കാടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പുരടക്കാർക്കൊന്നും ഈ കിടക്കുന്നതെല്ലാം ഒരുവിധം പൈസ ഉള്ള ആൾക്കാരെ പുരടങ്ങളാണ്. അവർ തേങ്ങ വെട്ടാൻ വേണ്ടി മാത്രം വരും. എല്ലാ പുരടം ഒന്നും വൃത്തിയാക്കാനോ ഒന്നിനും വരത്തില്ല. ഇപ്പോൾ ഈ പരിസരത്ത് മൊത്തം ഈ മരങ്ങളെല്ലാം മുറിച്ചിട്ടുകൊണ്ടാണ് ഈ പാമ്പൂടെ കയറാൻ കാരണം. ഇവിടെ ഇത്രയും വർഷം ഇവിടെ താമസിക്കായിരുന്നു. പക്ഷേ ഇവർക്ക് ഈ പുരടക്കാരും വന്നിട്ട് തിരിഞ്ഞു നോക്കത്തൊന്നുമില്ല. ഈ പാവപ്പെട്ടവർ 2 സെന്റോ 5 സെന്റിലോ താമസിച്ച് കഴിഞ്ഞാൽ അവരങ്ങ് നടുക്ക് പെടുകയാണ് ചെയ്യുന്നത്. ഈ സമയതാമസം ഒന്നും ഉണ്ടായില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റി. ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ റെയിൽവേ ഗേറ്റൊക്കെ ഉള്ളതാണ്. പിന്നെ കൊച്ചുങ്ങൾ അപ്പം തന്നെ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ കൊണ്ടുപോയി. പക്ഷേ ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു. പാമ്പിൻ്റെ ശല്യമുള്ള സ്ഥലം തന്നെയാണ്. ഇന്നിപ്പോൾ കുട്ടിയെ കടിച്ച പാമ്പിനെയും ഇവിടുത്തെ ജനങ്ങൾ നാട്ടുകാർ അടിച്ചു കൊന്ന് മറ്റേ കുപ്പിയിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ പാമ്പിൻ്റെ ശല്യം അതുപോലെ ഇഴജന്തുക്കൾ എന്തൊക്കെയായാലും ഉണ്ടാകും. ഈ കായലോരമാണ്, അതിൻ്റെ ഇങ്ങനെ ചതുപ്പ് പ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാമ്പിൻ്റെ ശല്യമുള്ള സ്ഥലം തന്നെയാണ്. ഇതുവരെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ചികിത്സ വൈകിയതിൻ്റെ സാഹചര്യത്തിലാണ് ഇങ്ങനെ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് മെഡിക്കൽ കോളേജ് കുഴപ്പമില്ല, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെന്നുള്ളത് വിശദമായിട്ട് തിരക്കുന്നതായിരിക്കും. ഇതിന് മുൻപ് അങ്ങനെ പരാതികൾ എന്തെങ്കിലും ആശുപത്രിക്കെതിരെ ഉണ്ടാകും? ആശുപത്രിക്കെതിരെ ഒരുപാട് പരാതികളുണ്ട്. നിങ്ങളൊക്കെ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലയോ? ചിറയൻകീഴ് ആശുപത്രി, താലൂക്ക് ആശുപത്രി സംബന്ധിച്ച് ഒരുപാട് പരാതികൾ നിലവിലുള്ളതാണ്. ചിറയൻകീഴ് മൂലയിൽ സ്വദേശികളായ ദിലീപ് അനു ദമ്പതികളുടെ മകൻ ദീക്ഷനാണ് മരിച്ചത്. വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ മൂർഖം പാമ്പ് കടിച്ചെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ വിശദീകരണമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ ആന്റിവെനം ഉണ്ടായിരുന്നു. പ്രാഥമികമായ ടെസ്റ്റുകളിൽ കുട്ടിയെ പാമ്പ് കടിച്ചതായി കണ്ടെത്തിയില്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 2 കുഞ്ഞുങ്ങളാണ് സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. തൃശ്ശൂരിലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം ഏറെ വേദനിപ്പിച്ചതാണ്, ഏറെ സങ്കടപ്പെടുത്തിയതായിരുന്നു. പക്ഷേ അതിനുശേഷം തൊട്ടു പിന്നാലെ തിരുവനന്തപുരം ചിറയൻകീഴിൽ നിന്നും മറ്റൊരു സങ്കടകരമായ വാർത്ത. പക്ഷെ അതിലും ഏറെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നത് ആശുപത്രിയുടെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഈ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ്. പാമ്പ് കടിയേറ്റു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ എത്തിയപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കളെ
പരിഹസിക്കുന്ന രീതിയിൽ പോലും ചില ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പെരുമാറ്റം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ മരണമാണ് നടന്നിരിക്കുന്നത്. അതായത് ഒരു വേനൽ ആരംഭിച്ചു കഴിഞ്ഞ് പിന്നീട് ഈ ഒരു ഇഴജന്തുക്കളുടെ അടക്കം ശല്യം വലിയ രീതിയിൽ ഇപ്പോൾ വീടുകളിലേക്ക് അടക്കം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു പാമ്പ് കടിയേറ്റ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കുട്ടി മരിച്ചിരിക്കുന്നത്. നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ്. കാരണം തീരെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. മാത്രമല്ല 5ഓളം അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വളരെ ചെറിയ വീടാണ്, അതും ഷീറ്റ് വെച്ച് അടച്ചിട്ടുള്ള ഒരു വീടാണ്. അവിടെ വലിയ സുരക്ഷാമാനദ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇഴജന്തുക്കൾക്ക് വളരെ എളുപ്പം അകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. മാത്രമല്ല ഇതൊരു വയലോരമാണ്, അതായത് ഈ ഒരു കായലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരങ്ങളും കുറച്ച് കാടുകളെല്ലാം വെട്ടിത്തെളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാമ്പുകളും ഇഴജന്തുക്കളും എല്ലാം ചൂട് കാരണം ഈ ഒരു വീടിനകത്തേക്ക് അല്ലെങ്കിൽ പരിസരമായ പ്രദേശത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ പാമ്പിൻ്റെ ശല്യം സ്ഥിരമായി ഉള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം കായലോരമാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 2:30 പാമ്പിൻ്റെ കടിയേൽക്കുകയും പിന്നീട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ എത്തിച്ച സമയത്തടക്കം ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ പാമ്പ് കടിച്ചതായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും കുട്ടിയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് നാഡികളെ തളർത്തുന്ന രീതിയിൽ, അതായത് അങ്ങനെ ബാധിക്കുന്ന രീതിയിലായിരിക്കും മൂർഖന് കടിച്ചാൽ അടക്കമുള്ള ശാരീരിക ലക്ഷണങ്ങളടക്കമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ അടക്കം നൽകുന്ന വിശദീകരണം. അങ്ങനെ ഒരു സ്ഥിരീകരണം ആശുപത്രിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ കുട്ടി മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു. നമുക്കറിയാം. പക്ഷേ അവിടെ കുടുംബം ആരോപിക്കുന്നത് ചിറയൻകീഴ് ആശുപത്രി സ്ഥിരമായി ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകാൻ കഴിഞ്ഞില്ല എന്നുമാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അവിടെ ആന്റിവൈനം കൃത്യമായി നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അതിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇതൊരു പാമ്പ് കടിയേറ്റ ഒരു സ്ഥിരീകരണം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ലഭ്യമായിട്ടില്ല. എന്തിനാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തേക്ക് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. പക്ഷേ പാമ്പ് കടിയേറ്റു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം പാമ്പിനെ വീട്ടിനകത്ത് നിന്നും നാട്ടുകാർ കണ്ടെത്തുകയും പിന്നീട് തല്ലിക്കൊല്ലുകയും ചെയ്തു. എന്തിനായാലും ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കാരണം വളരെ അടച്ചുറപ്പ് കുറഞ്ഞ ഒരു വീട്ടിൽ രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിയെയാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നത്. എന്തിനായാലും അധികം വൈകാതെ തന്നെ കുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും കേട്ടോ. തീർച്ചയായും ഇങ്ങനെ ഒരു കുടുംബം ഇത്ര ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അവർ പരാതിയുമായി ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ മറ്റധികൃതരെയോ സമീപിച്ചിട്ടുണ്ടോ? കാരണം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി അധികൃതർ ഇത്തരം വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും ഈ രീതിയിലൊരു ചികിത്സാ പിഴവ് സംഭവിച്ചിരുന്നു അവിടെ? അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു നമുക്ക് അവിടുത്തെ ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളോ മറ്റോ പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തത വരുമല്ലോ. അങ്ങനെ ഒരു അന്വേഷണം വേണമെന്നൊരാവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? ടോം, ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പരാതി കുടുംബം നൽകിയിട്ടില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. ഇപ്പോൾ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമാണ് കുടുംബത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടം ഒരു കുടുംബത്തിന് താങ്ങാനാവുന്നതിലും വലുതാണ്. അതുകൊണ്ട് തന്നെ പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ നൽകിയിട്ടില്ല. പക്ഷേ ഈ ഒരു ആശുപത്രിക്കെതിരെ ഇതിനു മുൻപും വലിയ രീതിയിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികളും കുടുംബാംഗങ്ങളും പറയുന്നത്. അവിടെ ആശുപത്രി കെട്ടിടം ഉണ്ടെങ്കിലും അവിടെ കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല. നാട്ടുകാർക്കടക്കം പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച പ്രദേശവാസികൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം വേണം. മാത്രമല്ല ഈ കുട്ടിയുമായി ആശുപത്രിയിലേക്ക് എത്തിയ ചിലർ പറയുന്ന വാക്കുകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുട്ടിയെ അവിടെ കൃത്യമായി പരിശോധിച്ചില്ല എന്നും അവിടെ വേണ്ട പരിഗണന ലഭിക്കാതെയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം വ്യക്തതയുണ്ട് എന്ന കാര്യം ആരോഗ്യവകുപ്പിൻ്റെ
അടക്കം അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും പരാതി ഉയർന്ന സ്ഥിതിക്ക്, ഇനിയിപ്പോൾ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് എന്ത് തന്നെയായാലും ആരോഗ്യവകുപ്പിൻ്റെ അടക്കം കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം നടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്ത് തന്നെയായാലും കുട്ടിയെ ഒരു പാമ്പ് കടിച്ച് തന്നെയാണ് എങ്കിൽ അത് വലിയൊരു വീഴ്ചയായിരിക്കും ചിറയൻകീഴ് ആശുപത്രിയുടെ. കാരണം ചെറിയ കുട്ടിയാണ്, വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാമ്പ് പോലെയുള്ള വിഷജന്തുക്കൾ കടിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അത് ശരീരത്തിൽ ബുദ്ധിമുട്ടുകളും ഒപ്പം വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അത് തന്നെയായാലും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അല്ല, ഇതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്ന ഫലത്തിനനുസരിച്ച് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും. ടോം. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിലാണ് ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കൃത്യസമയത്ത് ചികിത്സ നൽകുന്നതിൽ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. തുടക്കത്തിൽ ഈ പാമ്പ് കടിച്ചോ എന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ടായിരുന്നു, ആൻറ്റിവെനം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് പാമ്പ് കടിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇടവേള. Wants to know what's the best way to grow? Let's go. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ അനധികൃത പോലീസ് പരിശോധനയെന്ന് പരാതി. തിരുവള്ളൂർ സിദ്ദിഖിന്റെ വീട്ടിലായിരുന്നു പരിശോധന. രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു നടപടി. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ വരെയും പോലീസ് പരിശോധന നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. വേണമെങ്കിൽ അടിവസ്ത്രം വരെയും തപ്പി നോക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് റെയ്ഡ് പാതി വഴിയിൽ നിർത്തുകയായിരുന്നു. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ ആളുകൾ ഇതിനകത്ത് കയറാൻ പാടില്ല. ഇവിടെ കുഞ്ഞിനെ പറ്റിയ അമ്മയുടെ മാനസികതയെ പറ്റിയ ഞങ്ങൾ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉയർന്നത്. ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി നടന്ന കേസുമായി ബന്ധപ്പെട്ട്
റെയ്ഡ് നടത്തുന്നു. അതും ഒരു പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ വരെയും പരിശോധന നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവത്തിന്റെ വസ്തുത എന്താണ്? വലിയ പ്രതിഷേധമായിരുന്നല്ലോ രാത്രിയിൽ ആ പോലീസും അതായത് യൂത്ത് കോൺഗ്രസും തമ്മിലൊരു നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങിയ സാഹചര്യം ഉണ്ടായോ? ടോം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ ചാലിയങ്കട് ഭാഗത്ത് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ചാലിയങ്കട് സ്വദേശിയായ സിദ്ദിഖ്. ഈ സിദ്ദിഖ് ഈ സംഭവത്തിന് ശേഷം മറ്റ് ചില പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ ഒളിവിൽ കഴിയുകയാണ്. ഇയാൾ വീട്ടിലുണ്ട് എന്ന ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്നലെ സ്ഥലത്തെത്തിയത്. പക്ഷേ രാത്രി ഏതാണ്ട് 11 അർദ്ധരാത്രി എന്ന് പറയാൻ കഴിയും. ആ സമയത്താണ് പോലീസ് ആ വീട്ടിലെത്തിയത്. ആ സംഘം എത്തുമ്പോൾ സ്ത്രീകൾ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വീടിനുള്ളിൽ കയറി തെരച്ചിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തി. ഈ സിദ്ദിഖിന്റെ ഭാര്യ ഏതാണ്ട് 20 ദിവസം മുമ്പാണ് പ്രസവിച്ചത്. ആ കുഞ്ഞടക്കം ആ വീട്ടിൽ ഉള്ള അല്ലെങ്കിൽ ആ ഭാര്യ ഉള്ള മുറിയിലേക്കാണ് ഈ പോലീസ് അതിക്രമിച്ച് കയറിയെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഒപ്പം ഈ ഭാര്യയോടടക്കം അപമര്യാദയായി പെരുമാറി അടിവസ്ത്രം അഴിച്ച്, അതായത് അടിപ്പാവാടയ്ക്കുള്ളിൽ പോലും പരിശോധിക്കുമോ എന്ന് പോലീസ് ചോദിച്ചു എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് സംഘടിച്ച് വരികയും പോലീസുമായി വലിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ പോലീസ് റെയ്ഡ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങേയറ്റം മോശമായ പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് പ്രാദേശിക നേതാക്കൾ പറഞ്ഞത്. ഒപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. CPM-ന്റെ തിരക്കഥയ്ക്കൊത്ത് പോലീസുകാർ അഭിനയിക്കുന്ന ഒരു രംഗമാണ് വടകരയിൽ അല്ലെങ്കിൽ കുറ്റ്യാടി പ്രദേശങ്ങളിലൊക്കെ കാണുന്നതെന്ന് അവർ പറയുന്നു. വ്യാപകമായ രീതിയിലുള്ള കള്ളക്കേസുകളാണ് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ എടുത്തിരിക്കുന്നത്. പല ഇടങ്ങളിലും പാർട്ടി പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ മർദ്ദനം CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിന് CPM-ന് പോലീസ് ഒത്താശ ചെയ്യുകയും ചെയ്യുന്നുവെന്നും പറയുന്നു. എന്തായാലും SP-ക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന ഒരു മുന്നറിയിപ്പും അവർ നൽകുന്നു. പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥി അടക്കം വടകര SP-ക്ക് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. പരാതിയിൽ ഉടൻ ഈ പോലീസുകാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയും ഒപ്പം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിരിക്കുന്നു. അതേസമയം ഈ പ്രതി വീട്ടിലുണ്ട് എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീട്ടിലെത്തിയതെന്നാണ് CPM പ്രവർത്തകർ ആരോപിക്കുന്നത്. വീട്ടിൽ ഉള്ള ആളെ പോലീസ് പിടികൂടാതിരിക്കാനാണ് കൃത്യമായ ഒരു നാടകം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ നാടകത്തിനിടയിൽ ഇയാൾ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്ന ആരോപണവുമായി CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് പോലീസ് അവിടെ നിന്നും പിന്തിരിഞ്ഞത്. ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ UDF ഇത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. അടിയന്തരമായി തന്നെ ഈ വീട്ടിൽ അർദ്ധരാത്രിയിൽ റെയ്ഡിലെത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ടോം, തീർച്ചയായും ഇതൊരു വരും ദിവസങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമോ കാര്യങ്ങൾ? കാരണം പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഈ പ്രതിയെ പിടികൂടാനെന്ന രീതിയിൽ അവിടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വനിതാ പോലീസുകാരടക്കം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് പോലീസിൻ്റെ നീക്കം, ഈ പരിശോധനയൊക്കെ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിന്മേൽ പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ അനീഷ്? പോലീസ് നൽകുന്ന വിശദീകരണം, അതായത് യൂത്ത് കോൺഗ്രസും നൽകുന്ന വിശദീകരണം, ഈ ചാലിയങ്കട് ഭാഗത്തുണ്ടായ സംഘർഷത്തിൽ പങ്കില്ലാത്ത ആളാണ് സിദ്ദിഖ്. മറ്റ് ചില ആളുകൾ, ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ സംഘർഷ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഒന്നും ഒരു തരത്തിലുമുള്ള എതിർപ്പ് പാർട്ടിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ആ സംഭവ സമയത്ത് സ്ഥലത്ത് ഉണ്ടാവാത്ത അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഒരു തരത്തിലും പേര് ചേർക്കപ്പെടാണ്ടാത്ത സിദ്ദിഖിനെ ഇതിൽ ഉൾപ്പെടുത്തിയതിലാണ് തങ്ങൾക്ക് വിരോധമെന്ന് അവർ പറയുന്നു. തികഞ്ഞ ഒരു കള്ളക്കേസ് എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനെ കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കേവലം ഈ 20 ദിവസം പ്രായമായ കുഞ്ഞുള്ള വീട് എന്നതിനപ്പുറം
ഒരു കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന രീതിയിൽ കൂടിയാണ് ഇതിനെ കണക്കിലെടുക്കുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ ഈ വീണ ജോർജിന് കണ്ണൂരിൽ വെച്ച് മർദ്ദനമുണ്ടായ അല്ലെങ്കിൽ മർദ്ദനമേറ്റു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട KSU നേതാവിന്റെ ആ വീട്ടിലേക്ക് ബോംബാക്രമണം നടന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്നും CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഒരു സംഘർഷത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തിയിരുന്നു. ഒപ്പം നാദാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര പോലുള്ള ഇടങ്ങളിൽ പലപ്പോഴും ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ പലയിടത്തും പോർവിളികൾ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. എന്തായാലും അത്തരം സംഘർഷങ്ങളുടെ ഒരു തുടർച്ചയെന്ന് തന്നെ വേണം നമുക്കിതിനെ കരുതാൻ. ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഒരുപക്ഷെ നടന്നതും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവങ്ങൾ നടന്നതും ഈ വടകര, നാദാപുരം പോലുള്ള പ്രദേശങ്ങളിലാണ്. അത്തരം സംഘർഷങ്ങളുടെ ഒരു തുടർച്ചയാണ്. ഒരുപക്ഷെ ഇനി വരും ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസത്തേക്കും മറ്റുമൊക്കെ നീങ്ങുമ്പോൾ പോലീസ് കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലം എത്തുമ്പോഴും വലിയ ഒരു ജാഗ്രത അനിവാര്യമാണ്. കാരണം ഇരുപക്ഷവും വിജയം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വിജയിക്കാത്ത പക്ഷം എതിർപക്ഷത്തിന് മേൽ വലിയ തോതിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള ഒരു സാഹചര്യവും തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഫലം വന്നപ്പോഴും ഒക്കെ സമാനമായ രീതിയിൽ തന്നെയുള്ള സംഘർഷങ്ങൾ ചെറുതും വലുതുമായതൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു തുടർച്ച എന്ന് വേണം നമുക്കിതിനെ കരുതാൻ. ഒരുപക്ഷെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റുമൊക്കെ ഭാഗത്തുനിന്നും വൈകാതെ തന്നെ ഉണ്ടാവേണ്ടിയും ഇരിക്കുന്നു. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പാർക്കൽ അബ്ദുള്ളയുടെ പ്രതികരണം പുറത്തു വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച്, അതായത് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് UDFും യൂത്ത് കോൺഗ്രസും ഉന്നയിക്കുന്നത്. ഞാട്ടം നടക്കുകയാണ്. അത് CPMും പോലീസും ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു കലാപത്തിനുള്ള ശ്രമം നടത്തുന്നു കുറ്റ്യാടിയിൽ. അതായപ്പോഴുള്ള സാഹചര്യം കഴിഞ്ഞ 7-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകരെ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുകയും തലയടിച്ച് പൊട്ടിക്കുകയും അങ്ങനെ 308 ഇട്ട് കേസെടുക്കുകയും ചെയ്തു പോലീസ്. ചാനിയംകടവിൽ, കുറ്റ്യാടി ചാനിയംകടവിൽ. അന്ന് ഞങ്ങളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടു. ഏകപക്ഷീയമായി CPM ആണ് ഇത് ചെയ്തത് എന്ന് പോലീസിന് ബോധ്യമായി. ഞങ്ങളുടെ ഫ്ലക്സ് ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പരാതി കൊടുത്തു എന്നല്ലാതെ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടായില്ല. അതേ അവസരത്തിൽ വീണ്ടും ഞങ്ങൾ ഫ്ലക്സ് വെച്ചപ്പോൾ അത് വീണ്ടും നശിപ്പിക്കുന്ന വീണ്ടും ഫ്ലക്സ് വെക്കാൻ പോയപ്പോഴാണ് മാരകമായി ഇരുമ്പ് വടി ഇതൊക്കെ എടുത്ത് വന്ന് തലക്കടിച്ച് തല പൊട്ടി സ്റ്റിച്ചുണ്ടായി പരിക്ക് പറ്റി ആശുപത്രിയിൽ 2-3 ദിവസം ഈ കുട്ടികൾ കിടക്കേണ്ടി വന്നു. അന്ന് ഞങ്ങൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞു കൃത്യമായി നടപടി എടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇത് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥ ഇല്ല. 307 ഉണ്ട്, ഒപ്പം റോബറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊരു കാരണവശാലും ജാമ്യം കിട്ടില്ല. പക്ഷെ സംഭവിച്ചെന്താ, പിറ്റേ ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ ഇവരെ പ്രതികളെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ബെയിൽ കൊടുത്ത് വിട്ടു. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രവർത്തകരുടെ വീട്ടിൽ പോലീസ് രാത്രിയിൽ റെയ്ഡ് നടത്തിയതിനെതിരെയാണ് UDF ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ മുറിയിൽ ഉൾപ്പെടെ പോലീസ് കയറിയെന്നും അനധികൃതമായിട്ടുള്ള പരിശോധന നടത്തിയെന്നുമാണ് ആരോപണം. നദികളിൽ സുന്ദരി യമുന, സുമതി വളവ് അടക്കമുള്ള സിനിമകളിലൂടെ ഏകദേശം 9 കോടിയുടെ നഷ്ടമുണ്ടായെന്നും ഇനി മുൻപിലുള്ളത് ആത്മഹത്യയാണെന്നും വെളിപ്പെടുത്തി വ്യവസായിയും നിർമ്മാതാവുമായ മുരളി കുന്നംപുറത്തിൻ്റെ വീഡിയോ സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ മുരളി തന്നെ പിന്നീട് നീക്കം ചെയ്തെങ്കിലും വലിയ വിവാദത്തിനാണ് അത് വഴി തുറന്നത്. ബിസിനസ്സിലൂടെയും സിനിമയിലൂടെയും തനിക്ക് ഒരുപാട് ചതികൾ പറ്റിയെന്നും ജീവിതം കൈവിട്ടുപോയ അവസ്ഥയാണെന്നും മുരളി കുന്നംപുറത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നു. സുമതി വളവെന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തിനുമെതിരായ മുരളി കുന്നംപുറത്തിന്റെ പരാതി സിനിമാ സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് പറഞ്ഞത്. പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ മുരളി ഒരു വീഡിയോ ചെയ്തത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് സോഷ്യൽ മീഡിയയിലും അല്ലാതെ വാർത്തകളും എല്ലാം ഉള്ളത് നമ്മൾ സംഘടനാ സൈഡിൽ നിന്നുള്ള എല്ലാവരും കണ്ടു. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് സംഘടനകളിൽ പരാതിയായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സംഘടനകൾ പരിഹരിക്കുന്നതാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നുള്ളത് അദ്ദേഹം സംഘടനയെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ
അതനുസരിച്ചുള്ള നടപടികളിലേക്ക് സംഘടനകൾ കിടക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വേർഷനാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒഫീഷ്യലി സംഘടനയ്ക്ക് ഇദ്ദേഹത്തിന് ഈ നഷ്ടം സംഭവിച്ചതോ ഈ അദ്ദേഹം പ്രോജക്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിട്ടുള്ളതാണ്, ചേംബറിൽ അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു വിഷമമുണ്ടെന്നും നഷ്ടം സംഭവിച്ചു അല്ലെങ്കിൽ അതിനകത്ത് പരാതി ഉണ്ടെന്നുള്ളത് ഒരു സംഘടനയും അദ്ദേഹം ഇതുവരെ അറിയിച്ചിട്ടില്ല. അറിയിച്ചതിന് ശേഷം നഷ്ടം വന്നുവെന്നത് മുരളി തെളിയിക്കണമെന്നും ഇതുപോലെ ആത്മഹത്യാ ഭീഷണി ആദ്യമല്ലെന്നും സുമതി വളവ് അണിയറ പ്രവർത്തകർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ വീഡിയോ വന്നു, അദ്ദേഹത്തിന് ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്നു, അദ്ദേഹം ഒരു കണക്ക് പറയുന്നു, അദ്ദേഹം 22 കോടി രൂപയോളം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഒരു സംവിധായകനോ ഒരു റൈറ്ററോ വിചാരിച്ചാൽ മാത്രം കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് അല്ല സിനിമ വ്യവസായം എന്ന് പറയുന്നത്. അതിൽ വർക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളികപ്പുറത്തിലെ 2 കുട്ടികളെ ദേവനന്ദയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു. ആ കഥ കേട്ടു അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുമെന്ന് പറയുന്നു. ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. മുരളിച്ചേട്ടൻ കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയില് ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ഇത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഇത് 7 കോടിയുടെ ബഡ്ജറ്റാണെന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ഇദ്ദേഹത്തിനെതിരെ ഫോർജറിക്ക് കേസ് കൊടുക്കുകയും ബഡ്ജറ്റ് കൂട്ടിക്കാണിച്ച് പൈസ വാങ്ങിച്ച് ഇദ്ദേഹത്തിനെ കേസ് എടുക്കണം. കാരണം ഈ ബഡ്ജറ്റ് അല്ല ഈ പടത്തിലെങ്കിൽ അദ്ദേഹം എന്തിനാണ് 14 കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമയെന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയെ ചീറ്റ് ചെയ്ത് ഈ പടത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ബാറ്റ കഴിയുന്നു. ഈ 2 കോടി വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുരളി കുന്നുംപുറത്ത് സമൂഹ മാധ്യമങ്ങളുടെ രംഗത്തെത്തിയത്. പിന്നീട് ആ വീഡിയോ നീക്കം ചെയ്യുന്നു. പക്ഷേ അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിൽ. അതിനിടെ സിനിമാ സംഘടനകൾ ഇടപെടുമെന്ന രീതിയിൽ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടോ? എന്താണ് ഇതിൻ്റെ വസ്തുതയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന് ശേഷം, അതായത് ഈ വീഡിയോ ഇറങ്ങിയ ശേഷം മുരളി കുന്നുംപുറത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു വിശദീകരണം, എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം പുറത്തു വന്നിട്ടുണ്ടോ? ഈ 2 സിനിമകളുടെ സംവിധായകർക്കെതിരെയാണ് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി മുരളി കുന്നുംപുറത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇടുകയും അതിലൊരു ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇന്ന് എന്തായാലും കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അല്പസമയം മുമ്പ് ഈ 2 ചിത്രങ്ങളുടെയും അണിയറ പ്രവർത്തകർ, സംവിധായകന്മാരും നിർമ്മാതാവുമാണ്, തിരക്കഥാകൃത്തുമാണ് മാധ്യമങ്ങളെ കണ്ടത്. അവർ പൂർണ്ണമായും ഈ ആരോപണങ്ങളെ തള്ളുകയാണ്. ഇത്തരത്തിൽ നിർമ്മാതാവിന് നഷ്ടമുണ്ടായെങ്കിൽ അതിന്റെ കണക്കുകൾ പുറത്തുവിടട്ടെ എന്നാണ് ഇരുവരും ആവശ്യം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ, അതായത് മാനനഷ്ട കേസ് അടക്കം നൽകിക്കൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിക്കുകയും ചെയ്തത്. സിനിമയുടെ സുമതി വളവ് എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിന്റെ തുടക്കവേളയിൽ തന്നെ ഇതിന് എത്ര കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ നിർമ്മാതാവ് പറഞ്ഞിരുന്നത് തന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് ഡീലുകൾ നടക്കാനുണ്ട്, ഈ പടം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ തന്നെ പണമെല്ലാം തന്നെ കൃത്യമായി ലഭിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ ചിത്രീകരണം ആരംഭിച്ചതുപോലും. പക്ഷേ ഓരോ ഘട്ടത്തിലും സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിക്കാതിരിക്കുകയും പിന്നീട് അത് ഈ ചെന്നൈയിലെ അടക്കം ചില നിർമ്മാതാക്കളെ കണ്ടു, അല്ലെങ്കിൽ കമ്പനികളെ കണ്ടു, അവരൊക്കെ പിന്നീട് ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ ഈ സാമ്പത്തികമായി വലിയൊരു നഷ്ടത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞതോടുകൂടിയാണ് തിരക്കഥാകൃത്തായിട്ടുള്ള അഭിലാഷ് പിള്ള ഗോകുലം ഗ്രൂപ്പിനെ സമീപിക്കുകയും പിന്നീട് അവർ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലാതെ ഈ മുരളി ഉന്നയിക്കുന്നത് പോലെ 1 രൂപയുടെ നഷ്ടം പോലും അദ്ദേഹത്തിന് ഉണ്ടായതായി അറിയുന്നില്ല. അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ബില്ലടക്കം ഹാജരാക്കണം, അല്ലെങ്കിൽ ആർക്ക് മുന്നെയാണോ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ
പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലായിക്കോട്ടെ ഫെഫ്കയിലായിക്കോട്ടെ അവിടെ ചർച്ചയ്ക്ക് വരാൻ തങ്ങൾ തയ്യാറാണ്. തങ്ങളുടെ പക്കലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നദികൾ സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ പറഞ്ഞത് ഇതാദ്യമായല്ല ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ഭീഷണി ഇദ്ദേഹം മുഴക്കുന്നത്. ഇത് പല ഘട്ടങ്ങളിലും തങ്ങൾ ഇത് നേരിട്ടും അല്ലാതെയും കണ്ടതാണ്. പെട്ടെന്ന് പ്രകോപനം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് മുരളി. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മദ്യപാനവും അതിന്റെ ഒരു സിൻഡ്രോമിന്റെ വിട്രോവൽ സിൻഡ്രോമിന്റെ ഒക്കെ ഫലമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ആത്മഹത്യാ ഭീഷണിയും അല്ലെങ്കിൽ ദേഷ്യമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു സാമ്പത്തിക നഷ്ടവും ഈ നിർമ്മാതാവിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നത്. മറ്റൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും മുരളി കുന്നംപുറത്തിന്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. നമുക്കറിയാം വെള്ളം എന്ന ജയസൂര്യയുടെ ചിത്രത്തിന്, ജയസൂര്യ നായകനായ ചിത്രത്തിന് പിന്നാലെയാണ് ഈ മുരളി കുന്നംപുറത്തുന്ന വ്യവസായത്തെക്കുറിച്ച് കേരളം അറിയുന്നത്, കൂടുതലായി കേൾക്കുന്നത്. അതിനുശേഷം നിരവധി വേദികളിൽ യുവാക്കൾക്കടക്കം പ്രചോദനമാകുന്നു. അതായത് എങ്ങനെ ഒരു മദ്യപാനത്തിലൂടെ ജീവിതം തകർന്നു, അതിനുശേഷം അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വന്നു, അതിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഈ പെട്ടെന്നൊരു വിവാദത്തിലേക്ക് വഴിമാറുകയാണ്. ഇതിനുശേഷം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നവമി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രവണത, ഈ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇതിനു മുൻപും ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന ആ രീതിയിലുള്ള ഒരു പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ, ആ രീതിയിലുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ എന്താണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതായത് ഈ ആരോപണ വിധേയരായിട്ടുള്ള സിനിമ അണിയറ പ്രവർത്തകരുടെ നിലപാടെന്താണ്? ഫെഫ്റ്റിക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാനനഷ്ട കേസ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ രണ്ട് സംവിധായകരും ഒപ്പം തിരക്കഥാകൃത്തും തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ PR വർക്കിന് പിന്നിൽ ഉണ്ണി മുകുന്ദനാണെന്നൊരു ആരോപണം കൂടി ഇവർ ഉയർത്തുന്നുണ്ട്. കാരണം മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലും അതിനുശേഷവും നടൻ ഉണ്ണി മുകുന്ദനുമായി അതിന്റെ സംവിധായകൻ വിഷ്ണു ചെറിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് പലതരത്തിലും പല ഇടങ്ങളിലും ആ സിനിമയുടെ സംവിധായകൻ താനായിരുന്നു, ആ സിനിമയെ സംവിധാനം ചെയ്തത് താനായിരുന്നു എന്ന പരാമർശങ്ങളൊക്കെ ഉണ്ണി മുകുന്ദൻ നടത്തിയിരുന്നു എന്ന കാര്യം കൂടി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പെട്ടെന്നുണ്ടായ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ, അതായത് മുരളി ഈ വീഡിയോ ഇട്ടത് കഴിഞ്ഞ ദിവസമല്ല, മാസങ്ങൾക്ക് മുൻപിട്ട വീഡിയോ ആണ്. പെട്ടെന്ന് ഈ വീഡിയോ പൊങ്ങി വരികയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കുകയും ചെയ്തുവെങ്കിൽ അതിന് പിന്നിൽ ഉണ്ണി മുകുന്ദനാണ് എന്ന് കൂടി ഇവർ സംശയിക്കുന്നുണ്ട്. ഇതിന്റെ തെളിവുകളെല്ലാം ഉടനെ പുറത്തു വരുമെന്ന് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാനനഷ്ട കേസ് നൽകും, ഫെഫ്കയ്ക്ക് മുന്നിൽ പരാതി നൽകും. ഇത് സംസാരിച്ചു തീർക്കണം, അല്ലെങ്കിൽ ഇതൊരു തങ്ങൾക്കെതിരായിട്ടുള്ള വ്യാജ ആരോപണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സാമ്പത്തിക നഷ്ടമോ ഈ പ്രൊഡ്യൂസർ പറയുന്ന തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന വ്യാജ ആരോപണമാണെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിനെതിരെ പ്രോസിക്യൂഷൻ വാദം. ലോൺ ആപ്പ് വിഷയത്തിലുള്ള അധ്യാപികയെ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ഡോക്ടർ റാമാണ്. ജാതി അധിക്ഷേപം ഒഴിവാക്കാൻ റാം പട്ടികജാതിക്കാരനാണെന്ന രേഖ ഹാജരാക്കി. എന്നാൽ റാം പട്ടികജാതിക്കാരനല്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എന്താണെന്ന് കോടതിയിൽ സംഭവിക്കുന്നത്? അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ, റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എന്നത്തേക്കാണ് പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നത്? ടോമെ, മറ്റന്നാൾ ഇത് സംബന്ധിച്ച് വിധി ഉണ്ടാകും. ഏതായാലും ഗുരുതരമായ ആരോപണമാണ് റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദമായി ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം ഈ റാം നേരത്തെ വ്യക്തമാക്കിയത് നിതിൻ ഇത്തരത്തിൽ മണിക്കൂറുകളോളം പ്രിൻസിപ്പലിന്റെ മുറിയിലായിരുന്നു. ആ സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ ഒരു മരണത്തിൽ തനിക്ക് ഒരു പങ്കുമില്ല എന്നാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ഇപ്പോൾ കൃത്യമായ വാദം ഉന്നയിച്ചിരിക്കുന്നു. അതായത് ആ സമയത്ത് റാം എന്ന് പറയുന്ന അധ്യാപകൻ ഈ പ്രിൻസിപ്പലിന്റെ മുറിയുടെ പുറത്തുണ്ടായിരുന്നു എന്ന ഒരു വാദം പറഞ്ഞു. അതോടൊപ്പം ഈ ഒരു പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് റാം ആയിരുന്നു. അതായത് നിതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പരാതി
പരാതി ഈ ലത എന്ന് പറയുന്ന അധ്യാപികയെ കൊണ്ട് അത്തരത്തിൽ പ്രേരിപ്പിച്ചാണ് നൽകിയെന്ന ഒരു വളരെ ഗുരുതരമായ ആരോപണം ഇയാൾക്കെതിരെ ഉന്നയിച്ചു. അതോടൊപ്പം ഹസ്തദാനം ചെയ്തു, അതായത് ഈ പരാതി നൽകിയതിനെ തുടർന്ന് ഈ ലതാ ശശിധരനെ ഹസ്തദാനം ചെയ്തു എന്ന ഒരു പരാമർശം കൂടി ഉണ്ടായി. അതുമാത്രമല്ല, കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയപ്പോൾ ഇത് സിമ്പതിക്ക് വേണ്ടി നിതിൻ അത്തരത്തിൽ ചെയ്തതാണെന്ന് റാം സഹപാഠികളോട് പറഞ്ഞു എന്ന മൊഴിയുണ്ട്. അത് ഈ കേസിൽ വളരെ നിർണായകമായിരിക്കും. എന്തായാലും വാദം പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം ഈ പിതാവ് രാജൻ, സഹോദരി ഭർത്താവ് അശോകൻ, ഇവരുടെ വാദവും ഇന്ന് പൂർത്തിയായി. അങ്ങനെ ഈ കേസിൽ ഇനി ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടയോ ഇത് സംബന്ധിച്ച തീരുമാനം മറ്റന്നാൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. വലിയ തോതിൽ ഈ കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ആരോപണ വിധേയരായവരൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേരെ അത് ദില്ലിയിലെ നോയിഡയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ആരോപണ വിധേയരായവർ ആരും തന്നെ അറസ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ യൂത്ത് ലീഗിന്റെ മാർച്ച് വലിയ തോതിൽ സംഘർഷത്തിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ഇവരുടെ വാദങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. ഈ പിതാവിന്റെയും സഹോദരി ഭർത്താവിന്റെയും വാദം കൂടി കേൾക്കാനാണ് ഇന്ന് കോടതി അത് മാറ്റിവെച്ചത്. ഇനി ഏതായാലും ആ വാദങ്ങളെല്ലാം പൂർത്തിയായി. റാം ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ അതിനെല്ലാം പ്രോസിക്യൂഷൻ ഗണ്ണിക്കുന്ന രീതിയിലാണ് വാദം നടത്തിയിട്ടുള്ളത്. അത് നേരത്തെ ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം, തടയൽ നിയമമാണ്. അത് റാം ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ട് ആ നിയമം റാമിന് നിലനിൽക്കില്ല എന്നായിരുന്നു വാദിച്ചിരുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ അത് കൃത്യമായി പറയുന്നു, റാം പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളല്ല, OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ നിയമം, അതായത് ആ വകുപ്പ്, ജാമ്യമില്ലാ വകുപ്പ് റാം എന്ന് പറയുന്ന അധ്യാപകന് ഇത്തരത്തിൽ നിലനിൽക്കും എന്ന് കോടതിയിൽ കൃത്യമായി പറഞ്ഞു. ഏതായാലും ഈ സംഭവത്തിൽ അങ്ങനെ പല കള്ളക്കഥകളും മെനയാൻ പ്രതിഭാഗം ശ്രമിക്കുന്നുണ്ട്. പട്ടികജാതിക്കാരനാണെന്ന് രീതിയിലുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു. എന്നാൽ അത് പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർക്കുന്നുണ്ട്. റാം പട്ടികജാതിക്കാരനല്ലെന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അധ്യാപകൻ ഡോക്ടർ റാമിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ കോടതി വിധി പറയും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.